പത്മ അവാർഡ്സ് റീസെൻ്റ്ലി ആണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മുടെ എമിനൻറ്റ് ഫിഗേഴ്സായ ഒരുപാട് പേർക്ക് പത്മ അവാർഡ്സ് ഉണ്ട്. അപ്പോൾ പത്മ അവാർഡ്സിൻ്റെ ഈ ഒരു പ്രഖ്യാപനം വന്ന ടൈമിലും ഇത് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞത് മുതലും ഒക്കെ നമ്മുടെ മമ്മൂക്കയുടെ പേരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ തട്ടിത്തെറിച്ച് പോണത് കണ്ടു. എനിക്ക് ഓൾറെഡി ഒരു പത്മശ്രീ ഉണ്ട്, പത്മഭൂഷൺ. ഓക്കെ, പത്മഭൂഷണിലേക്ക് അങ്ങനെ നോമിനേറ്റ് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ പലരും ഡിസ്കസ് ചെയ്യുന്നതായിട്ട് ഞാൻ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവാർഡ്സ് ഡിക്ലെയർ ചെയ്തു, അങ്ങനെ പേരൊന്നുമില്ല. അപ്പോഴത്തേക്കൂടെ ഇങ്ങനെ എയർ പോകണമെന്ന് ഞാൻ ആലോചിച്ചു. എപ്പോൾ നടന്നാലും ഇങ്ങനെയുള്ള എയർ പോക്ക്. ഇപ്പോൾ കുറച്ചായിട്ട് മമ്മൂക്കാൻ്റെ പേര് മമ്മൂക്കയായിട്ടല്ല, മമ്മൂക്കാൻ്റെ പേര് പല സമയത്തായിട്ട് എയറിൽ കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് വിഷയം? ഇത് നമ്മുടെ പ്രാഞ്ചിയായിട്ടുള്ള പറഞ്ഞ പോലെ മമ്മൂക്കയും പത്മ അവാർഡും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് പത്മഭൂഷൺ ഇല്ല? ഇതിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ കാരണം VD സതീശൻ ഇട്ട ഒരു പോസ്റ്റാണ്. VD സതീശൻ ഇട്ട പോസ്റ്റ് എന്താണെങ്കിലും ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്. എൻ്റെ പണി എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് 24 ന്യൂസ് വിശദമായൊരു ന്യൂസും ചെയ്തിട്ടുണ്ട് വിത്ത് കമൻസ്. അതുകൊണ്ട് എൻ്റെ പണി എളുപ്പമായി. അതൊന്ന് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. 1998 പത്മശ്രീ കിട്ടിയതാണ് മമ്മൂട്ടിക്ക്. കാൽ നൂറ്റാണ്ടിനിപ്പുറവും എത്രയെത്ര വേറിട്ട വേഷങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മമ്മൂട്ടി. അതെ, ഒരു ഇന്ത്യൻ ചലച്ചിത്ര താരത്തെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾക്ക് പരിഗണിക്കുന്നുവെങ്കിൽ ആദ്യത്തെ പേരുകാരൻ മമ്മൂട്ടി തന്നെ ആകണ്ടേ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ, മിഥുൻ ചക്രവർത്തിക്ക് പത്മഭൂഷൺ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചപ്പോൾ ഞാൻ ആദ്യമോർത്തത് മമ്മൂട്ടിയെക്കുറിച്ചാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിനു പുറമെ T പത്മനാഭൻ, സാനുമാഷ്, C രാധാകൃഷ്ണൻ, സാറാ ജോസഫ്, സജിത ശങ്കർ, സുജാത മോഹൻ, ഡോക്ടർ MV പിള്ള, ദീപൻ ശിവരാമൻ, ഡോക്ടർ VS വിജയൻ, ശ്രീകുമാരൻ തമ്പി തുടങ്ങി എത്ര പ്രതിഭാശാലികളിൽ നിന്ന് ഇപ്പോഴും അകന്നു നിൽക്കുകയാണ് പത്മ പുരസ്കാരങ്ങൾ എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് VD. എല്ലാ മേഖലകളിലും കാവ്യ രാഷ്ട്രീയം പിടിമുറുക്കുന്നതിന്റെ അനന്തരഫലമാണിതെന്നാണ് സൂരജ് രവി പറയുന്നത്. 1998 വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് മഹാനടൻ മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിക്കുന്നത്. അതിനുശേഷം 10 വർഷം കോൺഗ്രസ് സർക്കാർ ഇരുന്നപ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ട് പരിഗണിച്ചില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താന്റെ ചോദ്യം. മമ്മൂട്ടിക്ക് 1997 കോൺഗ്രസ് കൂടി ഉൾപ്പെട്ട മന്ത്രിസഭ കേന്ദ്രം ഭരിക്കുമ്പോഴാണ് പത്മശ്രീ നൽകുന്നത്. അത് സമ്മാനിച്ചത് 98 വാജ്പേയി ആണെന്ന് മാത്രം. ഭരണം മാറിയത് കൊണ്ടാണത്, അല്ലാതെ BJP സർക്കാർ അല്ല മമ്മൂട്ടിക്ക് പത്മശ്രീ കൊടുത്തതെന്നാണ് ഷാജി സോപാനം വാദിക്കുന്നത്. ഇന്നേ വരെ പത്മശ്രീ പോലും കിട്ടിയിട്ടില്ലാത്ത ആളാണ് മലയാളത്തിന്റെ ഭാവഗായകൻ P ജയചന്ദ്രൻ. മമ്മൂട്ടിക്ക് പണ്ട് പത്മശ്രീ കിട്ടും മുമ്പേ പത്മശ്രീ കിട്ടേണ്ട കലാകാരൻ. കോൺഗ്രസ് എത്രയോ വട്ടം കേരളത്തിലും കേന്ദ്രത്തിലും ഭരണത്തിലിരുന്നു. എന്നിട്ട് പോലും അതിനുള്ള നടപടി അന്ന് എടുക്കാത്ത നിങ്ങൾക്കൊക്കെ എന്തു ധാർമ്മികതയാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് കിട്ടാത്തതിനെ കുറിച്ച് പറയാനെന്ന് ചോദിക്കുന്നു PV സുദർശനൻ. മമ്മൂട്ടിക്ക് കൊടുക്കാമായിരുന്നു. ഈ ലിസ്റ്റിലുള്ളവരെക്കാൾ 10 മടങ്ങ് അപ്പുറം എന്തുകൊണ്ടും അർഹനായിരുന്നു അദ്ദേഹം എന്നാണ് അഭിലാഷ് മോഹനന്റെ കമന്റ്. ബഹുമതികൾ ലഭിക്കാനായി ഭരണകൂടത്തിന്റെ മുന്നിൽ നിലപാടില്ലാതെ മുട്ടിലിഴയുന്ന ജന്മങ്ങളുള്ള ഇന്നിന്റെ കാലത്ത് പുരസ്കാരങ്ങൾ ലഭിക്കാതിരിക്കുക എന്നതാണ് അതാത് മേഖലയിലെ പ്രഗത്ഭന്മാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയെന്നാണ് സക്കീർ VPയുടെ രോഷപ്രകടനം. അർഹതയില്ലാത്തവർ സ്ഥാനത്തിരിക്കുമ്പോൾ അർഹതയില്ലാത്തവരെ തിരികെ കയറ്റുമെന്നാണ് രാജേഷ് പറയുന്നത്. ജനങ്ങളുടെ ഹൃദയത്തിലുള്ള അവാർഡിനേക്കാൾ വലുതല്ല ഒരു അവാർഡും എന്ന് പറയുകയാണ് അക്ബർ. പുരസ്കാരം നേടിയവരുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പരിഹസിക്കുന്നു ആശാ പ്രജിത്ത്. ചില കാര്യങ്ങളിൽ തഴയപ്പെടുന്നതാണ് ഏറ്റവും വലിയ ബഹുമതിയും അംഗീകാരവും. ഇല്ലെങ്കിൽ അനർഹരുടെ കൂട്ടത്തിൽപ്പെട്ട് അപമാനിതരാകേണ്ടി വരുമെന്നാണ് ബഷീർ കമന്റിലൂടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 24 ന്യൂസ് എനിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത പോലെ ചെയ്തു വെച്ചത്. നന്ദിയുണ്ട് 24 ന്യൂസ്, കാരണം എൻ്റെ പണി കുറച്ച് വന്നില്ല. ഈ കമൻറ്റൊക്കെ ആയിരുന്നു വായിക്കേണ്ടി വരും. ഏതാണെങ്കിലും കൊള്ളാം. മമ്മൂക്കാക്ക് പത്മഭൂഷൺ എന്തുകൊണ്ട് ഇല്ല എന്നുള്ള ചോദ്യമായിട്ട് VD സതീശൻ വരുന്നു. അതിനുശേഷം VD സതീശൻ തന്നെ ഒരു ലിസ്റ്റ് ഇടുന്നു, എന്നിട്ട് ആളുകളെ പറയുന്നു. അപ്പോൾ അതൊരു സൈഡിൽ അങ്ങനെ ചർച്ച ഒരു വഴിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കഷൻ ആവുന്നൊരു ടോപ്പിക്കാണ് നമ്മുടെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായിക്ക് കിട്ടിയ പത്മ പുരസ്കാരവും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസും കമൻറ്റുകളൊക്കെ. ആക്ച്വലി വിമർശനങ്ങൾ എന്തുകൊണ്ട്
ഗൗരി ലക്ഷ്മി ബായിക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പല ഇൻ്റർവ്യൂകളിലും പല സ്ഥലങ്ങളിലുമായിട്ട് പറഞ്ഞ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അത് ഈ ആർദവ രക്തം, അമ്പലം, പിന്നെ ഗവൺമെൻറ് ജോലി, അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ അവരെ ഒരുമാതിരി എന്താ പറയുക പറ്റ മോശമാക്കി ചിത്രീകരിച്ചിട്ടൊക്കെ ഒരുപാട് പേരുടെ കമൻറ്റും വീഡിയോസൊക്കെ ഞാൻ കണ്ടു. ശരിക്ക് കേരള ചരിത്രത്തിൽ മാറ്റി വയ്ക്കാൻ പറ്റാത്ത കുറച്ച് ആളുകളും അവരുടെ ഹിസ്റ്ററി തന്നെയല്ലേ നമ്മുടെ ഈ പറഞ്ഞ എന്താ പറയുക കൊട്ടാരവും തമ്പുരാക്കന്മാരൊക്കെ ആണോ അല്ലേ? നിങ്ങൾ തന്നെ പറ. ഹിസ്റ്ററിയിൽ നിന്ന് അവരെ പറ്റാണ്ട് മാറ്റി ഒഴിവാക്കി വെക്കാൻ പറ്റും? ഇല്ല. ആൻഡ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ പറഞ്ഞതും അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കി പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതെവിടെയും അവർ പറയാതിരിക്കുന്നില്ല. അതിനു വേണ്ടി അത് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു തമ്പുരാട്ടി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞുകൊണ്ടു മറ്റേ BJP ആയതുകൊണ്ട് ഹിന്ദു ആയതുകൊണ്ട് തമ്പുരാട്ടി ആയതുകൊണ്ടൊക്കെയാണ് എടുത്ത് കൊടുത്തതെന്നൊക്കെയാണ് പലരും കമൻ്റ് ഇടുന്നത്. ഓക്കെ. ആൻഡ് ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വരുന്നുണ്ട്. ആക്ച്വലി ഇവർക്ക് ഈ അവാർഡ് കിട്ടാൻ കാരണം ഇവരുടെ ലിറ്ററേച്ചർ വർക്കും എഡ്യൂക്കേഷണൽ ഫീൽഡിലുള്ളവരുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസും ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് ഇവർ കുറച്ച് നടത്തിയ റിസർച്ചും കാര്യങ്ങളിലൊക്കെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഉള്ളത് പഴയ പോലെ അല്ലേ, 2015 ശേഷം തോന്നുന്നു പീപ്പിൾസ് പത്മയാണ് ഇപ്പോൾ. ഓക്കെ. സോ പീപ്പിൾ നോമിനേറ്റ് അങ്ങനെയാണ്, പീപ്പിൾസ് പത്മയാണ്. അപ്പോൾ ബട്ട് സ്റ്റിൽ മറ്റേ അപ്പം തമ്പുരാൻ കമ്മിറ്റി സെറ്റപ്പ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് കിട്ടിയിട്ട് ഒരാളെ കുറ്റം പറഞ്ഞിട്ട് എന്തോന്നുള്ള കാര്യം? കിട്ടിയതായൊക്കെ കിട്ടിയല്ലോ, ആ വ്യക്തിക്ക് കിട്ടി, പിന്നെ ആ വ്യക്തിയെ എടുത്ത് കീറി കളിച്ചിട്ട് കാര്യമുണ്ടോ? കിട്ടാത്തതിന് വേറൊരു വ്യക്തിയെ പിടിച്ച് ഇറക്കിയിട്ടിട്ടും കാര്യമില്ല. ഈ അവാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, എങ്ങനെയാണ്? അതാണ് ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അത് ആലോചിച്ച് നോക്കുന്നത്. നമുക്ക് അവാർഡൊക്കെ കിട്ടുമ്പോൾ സന്തോഷം കാണും, ചിലർക്ക് കിട്ടാൻ ആഗ്രഹവും കാണും. ഓക്കെ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് നമുക്കൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡ് എന്താ? മമ്മൂട്ടി ആസ് ആൻ ആക്ടർ അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് എന്താ? ഇവിടെയുള്ള ജനങ്ങളുടെ സ്നേഹവും റെക്കഗ്നീഷനും നമ്മുടെ മമ്മൂക്ക എന്നുള്ള വിളിയും തന്നെയാണ് അല്ലേ? അല്ല ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പുതിയൊരു അവാർഡ് കിട്ടിയിട്ടൊക്കെ ഓക്കെ, സിവിലിയൻ അവാർഡാണ്. ബട്ട് സ്റ്റിൽ ഒരു മനുഷ്യായുസ്സിൽ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ്. അങ്ങനെയാണ് എല്ലാവർക്കും, എല്ലാ അവാർഡുകളും. ചില മഹത് വ്യക്തികൾക്ക് ഒരു അവാർഡും കിട്ടാതെ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ കാരശ്ശേരി പറയുന്നുണ്ട്. ഓക്കെ. കാരണം അങ്ങേരെ പേര് VD സതീശൻ്റെ ലിസ്റ്റിൽ കണ്ടപ്പോഴത്തേക്ക് അങ്ങേര് ഓവർവെൽംഡായി ഭയങ്കരമായിട്ട്. അങ്ങേരെ അടുത്ത് ഓടിച്ചെന്ന് എല്ലാവരും ചോദിച്ച സമയത്ത് അങ്ങേര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്ക്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശന് എന്നെപ്പറ്റി നല്ല അഭിപ്രായമാണ് എന്നറിഞ്ഞ് എനിക്ക് സന്തോഷമാണ്. അങ്ങനെ പറഞ്ഞതിനെപ്പറ്റി എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. എൻ്റെ വിലയിരുത്തലിൽ ഭാരത സർക്കാർ പത്മശ്രീ കൊടുത്ത് ബഹുമാനിക്കേണ്ട ഒരാളല്ല MN കാരശ്ശേരി. അയാളത് അർഹിക്കുന്നില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അതിവിടെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനോ M ലീലാവതിക്കോ മമ്മൂട്ടിക്കോ ഒക്കെ കിട്ടിയ ഒരു പുരസ്കാരത്തെ പറ്റിയാണ് നമ്മൾ പത്മശ്രീ എന്ന് പറയുന്നത്. അത്തരം സംഭാവനകളൊന്നും മലയാള സംസ്കാരത്തിനോ ഇന്ത്യ ചരിത്രത്തിനോ കൊടുത്തിട്ടുള്ള ഒരാളല്ല MN കാരശ്ശേരി എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ അങ്ങനെ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്ന ഒരാളല്ല. കാരണം പുരസ്കാരങ്ങളെപ്പറ്റി ആലോചിക്കുന്നതിന് വേണ്ടി സമയമോ ഊർജ്ജമോ ചിലവാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. 5 വട്ടം സമാധാനത്തിന് നോബൽ സമ്മാനത്തിന് ഗാന്ധിയുടെ പേര് വന്നിരുന്നു. 5 വട്ടം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. സാഹിത്യത്തിൻ്റെ നോബൽ സമ്മാനത്തിന് ആദ്യം പരിഗണിച്ചിരുന്നത് ടോൾസ്റ്റോയുടെ പേരാണ്, അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊന്നൊരു വിഷയമല്ല. ഇപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊന്നും അവാർഡുകളൊന്നും ബഷീറിന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡും ബഷീറിന് കിട്ടിയിട്ടില്ല. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡും ബഷീറിന് കിട്ടിയിട്ടില്ല. ബഷീറിന് അതിന് അർഹതയില്ലെന്ന് ആരും പറയില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ പലപ്പോഴും ഉണ്ട്. അർഹിക്കാത്ത പലർക്കും കിട്ടും, അർഹിക്കുന്ന പലർക്കും കിട്ടാതെ പോകും. അതൊക്കെ ഒരു ചർച്ചാ പ്രമേയം തന്നെയാണെന്ന് വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ. MN കാരശ്ശേരി പറഞ്ഞതാണ് അതിൻ്റെ സത്യം. അതായത് ചിലർക്ക് കിട്ടും കിട്ടില്ല. ഇതിപ്പോൾ കിട്ടുമോ കിട്ടില്ലേ നോക്കി നടന്നിട്ടും കാര്യമില്ല. കിട്ടിയവരെ പിടിച്ച് ഇറക്കിയിട്ടിട്ടും കാര്യമില്ല, കിട്ടാത്തവരെ പിടിച്ച് ഇറക്കിയിട്ടിട്ടും കാര്യമില്ല.
ഇവരൊക്കെ കൊടുത്ത കോൺട്രിബ്യൂഷൻസ്, അതുകൊണ്ടാണല്ലോ ഈ അവാർഡുകളുടെ ചുറ്റപ്പറ്റി ഇവരുടെയൊക്കെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നത് തന്നെ. അവരുടെ കോൺട്രിബ്യൂഷൻസ് അത്ര വലുതാണ്, നമ്മളത് അത്ര റെസ്പെക്റ്റ് ചെയ്യുന്നു. സോ ഇത് കിട്ടുമോ കിട്ടില്ലേ, കൊടുത്തില്ലേ, അതിലെ രാഷ്ട്രീയം, അതിലെ ഇന്നർ സാധനങ്ങൾ, ഇതൊക്കെ നോക്കി നടന്നു കഴിഞ്ഞാൽ നോക്കി നടന്ന് അടിയുണ്ടാക്കലേ ഉണ്ടാവുള്ളൂ. ഏത് ഞാൻ ഒരു അവൻ്റെ ഉണ്ട് VD സതീശൻ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കമ്മി പുറത്തിയാടി എന്നൊക്കെ പറഞ്ഞിട്ട്. കോൺഗ്രസ് ഭരിച്ച സമയത്ത് കേന്ദ്രത്തിലും സ്റ്റേറ്റിലും കോൺഗ്രസ് ഭരിച്ച സമയത്ത് നിങ്ങളെവിടെയായിരുന്നു മമ്മൂട്ടിയെ, നിങ്ങളപ്പം കണ്ടില്ലേ എന്നുള്ള ചോദ്യം, പല ചോദ്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണെങ്കിലും പത്മ അവാർഡ്, ഓക്കെ, പത്മശ്രീ, പത്മവിഭൂഷൺ, ഈ അവാർഡുകളൊക്കെ കിട്ടുന്നതിനേക്കാൾ എന്താ പറയുക, ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനും അതിൽ നിന്ന് കിട്ടുന്ന റെക്കഗ്നീഷനും അതായിരിക്കും ഏതൊരാളും, ഏത് ഫീൽഡിലുള്ള ഒരു വ്യക്തിയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പിന്നെ അവാർഡ് ഈസ് എൻ അവാർഡ്. ഓക്കെ, ഭാരതരത്നയും പത്മവിഭൂഷണും പത്മശ്രീ ഒക്കെ ആണ്, അല്ലാന്ന് പറയുന്നില്ല. അതുകൊണ്ട് വരുന്ന കുറേ അധികം അവർക്ക് കിട്ടുന്ന പ്രിവിലേജുകളും ഉണ്ട്, അതുമില്ല എന്ന് പറയുന്നില്ല. ബട്ട് ഈ അവാർഡുകൾ കിട്ടിയവരോട് നിങ്ങൾ ചോദിക്കുക, ഈ അവാർഡ്സൊക്കെ റിസീവ് ചെയ്ത ആളുകളോട് നിങ്ങൾ ചോദിക്കുക, അവർ പറയും ഞങ്ങൾ ചെയ്ത പ്രവൃത്തി, ഞങ്ങൾ ചെയ്ത വർക്ക് ലോകം റെക്കഗ്നൈസ് ചെയ്യും, ലോക ജനങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും, ഇന്ത്യയിലെ ജനങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും, അത് മതിയെന്നേ ഇവർ പറയൂ. അല്ലാതെ ഇതൊക്കെ കിട്ടിയിട്ട് ഇവരിങ്ങോട്ട് ഭയങ്കര അങ്ങനെ ആവുന്നില്ല. ഇത് കിട്ടിയവരുടെയൊക്കെ ഒരു ഭയങ്കര, അവരൊക്കെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് കടന്നിട്ട് ഇനിയിപ്പോൾ കുറേ പേരെ പിടിച്ച് കയറി കയറ്റിയിട്ട് വലിയ കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മി ബായിയൊക്കെ പിടിച്ചിട്ട് ചുമ്മാ വലിച്ച് കയറുന്നവരോടാണ്. വേറെ പണിയൊന്നുമില്ല, വല്ല കാര്യമുണ്ട് അതിലേക്ക്.